ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറാണ് വണ്ടി. നിലവിലത് ടെസ്റ്റ് വർക്കും എൻജിൻ വർക്കും ഒക്കെ ചെയ്തിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ ഫിൽട്ടർ ക്ലീനിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്കൊരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ എൻജിൻ വർക്ക് കഴിയണ ഏത് വണ്ടിയായാലും ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ 2 ടൈപ്പ് ഫിൽട്ടർ വന്നുണ്ട്. സാധാരണ പേപ്പർ ഫിൽട്ടർ വന്ന വണ്ടികളുണ്ട്, സ്ക്രീൻ ഫിൽട്ടർ വന്ന വണ്ടികളുണ്ട്. അപ്പോൾ സ്ക്രീൻ ഫിൽട്ടർ ഉള്ള വണ്ടിക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം ചെറിയതായ രീതിയിലുള്ള ബ്ലോക്ക് നിലവിലുണ്ട്. കാരണം നമ്മൾ ഈ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ തുടയ്ക്കുകയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ കോട്ടൺ വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും വല്ല പൊടിയോ ചെറുതായിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധിയും ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. പക്ഷെ എന്നാൽ പോലും ചെറിയൊരു പൊടിയുടെ അംശമൊക്കെ എഞ്ചിൻ്റെ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. എഞ്ചിൻ്റെ ഉള്ളിൽ ലൂബ്രിക്കേഷനും ഹീറ്റിംഗ് റെസിസ്റ്റ് ചെയ്യുക, ക്ലീനിങ്, ഇതൊക്കെ ഈ എഞ്ചിൻ ഓയിലിൻ്റെ റോളാണത്. അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കൊന്നിട്ട് ഈ ഫിൽറ്ററിനകത്ത് കൊന്ന് ബ്ലോക്ക് ചെയ്യും. അതായത് ഫിൽറ്ററിൽ കൂടെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പമ്പ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പമ്പിൻ്റെ ഉള്ളിൽ കൂടെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പോകുന്നുണ്ട്, ഹെഡിലേക്ക് ഓയിൽ പോകുന്നുണ്ട്. ആ ഓയിലിനെ ഓരോ പ്രാവശ്യം ഫിൽറ്റർ ചെയ്തിട്ട് വിടാം. അപ്പോൾ ഈ എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ വന്ന് ഇതിൻ്റെ ഉള്ളിൽ അടയും. ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യണം. 500 തുടങ്ങി 1000 കിലോമീറ്ററുടെ മാക്സിമം അതിൻ്റെ പരിധി പറയാം. നമ്മളിപ്പോൾ അത്രയും ക്ലിയറായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണതുകൊണ്ട് നമ്മളൊരു 1000 കിലോമീറ്ററൊക്കെയാണ് സാധാരണ പറയാറ്. 1000 കിലോമീറ്ററായിട്ട് കൊണ്ടുവന്നാലും നമുക്ക് ഇത്രയും ബ്ലോക്കൊക്കെയാണ് സാധാരണ രീതിയിൽ കാണാറുള്ളൂ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റോട്ടർ ഫിൽറ്റർ ശരിക്കും ആ ഇപ്പോൾ ഓയിൽ പമ്പ് ചെയ്ത് വന്ന ആ ഓയിലിനെ ഇതിനകത്തിട്ട് ശരിക്കും റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് ഓയിൽ കയറി ചെല്ലുക. ആ ഓയിലിനെ ഇവിടെ ഒന്നും കൂടിയും റോട്ടർ ഫിൽറ്ററിങ് നടത്തിയിട്ടാണ് ഉള്ളിലേക്ക് വിടുക. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഓയിലിനകത്തുള്ള ഈ ചെറിയ ചെറിയ കണ്ടാമിനൻസ് എന്ന് പറയുന്ന ഐറ്റംസ്, അതായത് മെറ്റലിൻ്റെ പീസ് എഞ്ചിൻ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഐറ്റംസൊക്കെ ഇത് ഇവിടെ വന്ന് അടിയും. ഇതുണ്ടാവും ചെറിയ ഒരു ഗ്രൈൻഡിങ് പേസ്റ്റിൻ്റെ രൂപത്തിലൂടെ വരും. അതും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കാണ്. ഇത് നമുക്കിപ്പോൾ ഫസ്റ്റ് ഇത് നമുക്ക് 1 ഇയർ വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കാണ്, എഞ്ചിൻ വർക്ക് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട വർക്കാണ്. തന്നെയല്ല നമുക്ക് അതിന് ശേഷവും നമുക്ക് 3 മാസം കൂടും. അതായത് ആദ്യത്തെ ഓരോ 4 മാസത്തിലാണ് വരിക. ഇനിയിപ്പോൾ 3 മാസം കഴിയുമ്പോൾ ഫസ്റ്റ് സർവീസ് വരും, അത് കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ സെക്കൻഡ് സർവീസ്, പിന്നെ 1 വർഷം ആകുമ്പോൾ തേർഡ് സർവീസ്. അങ്ങനെ 3 സർവീസും കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകേണ്ടതുണ്ട്. എഞ്ചിൻ വർക്ക് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്കിപ്പോൾ 3 ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ 3 ഓയിൽ ചേഞ്ചൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ റോട്ടർ ഫിൽറ്റർ ക്ലീനിങ്ങും ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങും ഒക്കെ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. അത് നോർമൽ കൂടുതലായിട്ടുള്ളൊരു പ്രോബ്ലമൊക്കെ നമ്മൾ കണ്ട് ചെയ്തു പോകാറുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞാൽ പോലും അവരത്ര ഗൗരവത്തിൽ എടുക്കാറില്ല നമ്മൾ. അപ്പോൾ അത് ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് സർവീസിനകത്ത് ഓൾറെഡി വാറണ്ടിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ റിപ്പീറ്റും നമുക്ക് വണ്ടിക്കുമ്പോൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അത് ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമ്മൾ ഓരോ വർഷത്തിലൊരിക്കൽ തന്നെയും ചെയ്യുന്നത് വണ്ടിയുടെ എഞ്ചിനൊക്കെ എന്തും കൊണ്ടും ഗുണമാണ്. ഇപ്പം നമുക്ക് ഈ കവർ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ഗ്യാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് നമ്മളത് അത് തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് പുതിയതാണ് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ബാക്ക് സൈഡ് ചെറിയൊരു ചുളുക്കമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ടാപ്പറ്റ് ക്ലിയറൻസൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. ടാപ്പറ്റ് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ ട്യൂണിങ്ങിൻ്റെ കേസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കതിന് ചില സമയങ്ങളിൽ വെള്ള പുകയുടെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ അളവൊക്കെ നോക്കുമ്പോൾ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, പക്കയാണ്. അപ്പോൾ അതെനിക്ക് നമുക്ക് സൈലൻസറിലുള്ള ആ ഒരു ഓയിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം കേട്ടോ. വേറെ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ നിലവിൽ നമുക്കിപ്പോൾ ഇത്രയും ഈ ഓയിൽ മാറ്റി ഫിൽറ്റർ ക്ലീനൊക്കെ ചെയ്ത് വരും ഏകദേശം അത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കാൻ വിളിക്കാം, എന്തായാലും വൈകുന്നേരം ആവും. ഓക്കെ.